ഇപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നൊരു കല്യാണം കേരളത്തിലെ ആദ്യത്തെ കല്യാണമായിരിക്കും ഒരുപക്ഷെ ഇത്. വിവാഹം എന്ന് പറയുമ്പോഴേ കല്യാണ പെണ്ണിനും കല്യാണ ചെറുക്കനും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും നാട്ടുകാർക്കും എല്ലാം വളരെ സന്തോഷം തരുന്ന ഒരു വലിയ ആഘോഷമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളിൽ നിന്ന് നമ്മൾ മുദ്ര കുത്തുന്നവരാണ് കേരളത്തിലെത്തുന്ന അതിഥി തൊഴിലാളികൾ. മനോഹരമായ ഒരു കല്യാണ വിശേഷത്തിലേക്കാണ് ഞാൻ നിങ്ങളിന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ എല്ലാവരും പള്ളിയങ്കണത്തിൽ ഒരു ഉച്ചയോടുകൂടി എത്തിച്ചേർന്നു. ശേഷം തലേ ദിവസത്തെ കല്യാണ പരിപാടിയായിരുന്നു. അറിയാമല്ലോ പെരുമ്പാവൂർ ഭാഗങ്ങളിലെ കല്യാണ പരിപാടി എങ്ങനെയായിരിക്കും, കപ്പയും വെട്ടിക്കൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഗംഭീര പരിപാടി ഒരുക്കുകയാണ്. ബീഫൊക്കെ ഇങ്ങനെ നല്ല ഗംഭീരമായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനിടയിൽ കപ്പയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി ഇങ്ങനെ കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. പിള്ളേർ സെറ്റൊക്കെ നല്ല കളിയാണ്. അവരങ്ങനെ വരെ പരിപാടി നോക്കട്ടെ. ബാക്കി അമ്മച്ചിമാരും വേണ്ടപ്പെട്ടവരെല്ലാം ചേർന്ന് നാളത്തെ പരിപാടിക്ക് ഇന്നത്തെ പരിപാടിക്കുള്ള ഓരോ കാര്യങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കും. അപ്പോഴേ നമ്മൾ എല്ലാവരും കൂടുമ്പോൾ അവിടെ തമിഴെന്നോ ഹിന്ദിക്കാരെന്നോ മലയാളിന്നോ ഒന്നുമില്ല. നമ്മളവിടെ സ്നേഹമായിട്ട് കൂടി വന്നിട്ട് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളുടെ ആവശ്യം നമ്മുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് മാറ്റി നമ്മളതിനെ മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതാ കണ്ടില്ല, ഞങ്ങളുടെ സഭാ ശുശ്രൂഷനാണ് മുന്നിൽ പ്രവർത്തിക്കുന്നത്. ബാക്കി പ്രദേശം എല്ലാം ചേർന്നിട്ട് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കപ്പ വെന്തു, കപ്പയും ബീഫിൻ്റെ എല്ലൊക്കെ ചേർന്നിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ച് നല്ല ചൂട് കട്ടൻ ചായക്ക് മധുരമായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ കപ്പയുടെ കൂടെ ഒരു രക്ഷയില്ല, ഉടുക്കൽ ടേസ്റ്റാണ്. ഇതിനിടയിൽ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് നാളത്തേക്കുള്ള പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് വൈകുന്നേരം എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു കല്യാണം ഉറപ്പിക്കൽ പോലെ അവർക്കൊരു അനുഗ്രഹ ശുശ്രൂഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഒപ്പമുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ചിക്കനും പെണ്ണും ഉണ്ട്. അവർക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നീട് അതാ കണ്ടില്ലേ, എല്ലാവർക്കുള്ള സദ്യ തലേ ദിവസത്തെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെക്കനെയും പെണ്ണിനെയൊക്കെ ഞങ്ങളുടെ രീതിക്ക് കൊണ്ടുവരാൻ നോക്കി. ആർക്കും തന്നെ ഹിന്ദി തന്നെ അറിയില്ല, കൂടുതലും 2-3 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് അങ്ങനെ കഴിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന പല ഭാഷയിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ ഭയങ്കര കോമഡി ആക്കണു. ഇതിനിടയ്ക്ക് നേരം വെളുത്തു കേട്ടോ. അത് രാവിലെ ആയി. അങ്ങനെ പാസ്റ്ററുടെ നേതൃത്വത്തിൽ മേക്കപ്പ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജസ്റ്റ് ഇതേ കണ്ടില്ലേ, മേക്കപ്പ് കിടിച്ച് സുന്ദരിയാക്കി പുള്ളിക്കാരത്തിന്. അതിനുശേഷം പെണ്ണിനെ ഒരു വണ്ടി കയറ്റി. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന റൂബി എന്ന പെൺകുട്ടി ആണിപ്പോൾ വണ്ടി കയറുന്നത്. അതിനുശേഷം ആ ചെക്കന് വേറൊരു വണ്ടി കിട്ടി. അവനെ ഞങ്ങളങ്ങനെ വണ്ടി കയറ്റി. അങ്ങനെ അവരെ രണ്ടുപേരെ ഞങ്ങൾ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. പള്ളിയിലേക്ക് ഞങ്ങളത് അങ്ങനെ ആനയിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങനെ വളരെ സന്തോഷമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇതാ അങ്ങനെ പള്ളിയുടെ ചുറ്റടുത്ത് ഞങ്ങൾ എത്തി. ശേഷം ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട ഒരാളെ അദ്ദേഹത്തെ വിളിച്ചിറക്കി. അതിനുശേഷം പതിയെ നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ ചെക്കൻ വിളിച്ചിറത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതാ പുള്ളി അങ്ങനെ ചെന്നിട്ട് റൂബി അങ്ങോട്ട് വിളിച്ചെടുക്കുകയാണ്. ശേഷം മനോഹരമായ ഒരു വിവാഹ ശുശ്രൂഷ പങ്കെടുക്കുക ധാരണയിലേക്ക് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി ഇരുവരെയും ഞങ്ങൾ അനുഗമിച്ചു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഗാന ശുശ്രൂഷ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാഹ ശുശ്രൂഷയെല്ലാം അതിമനോഹരമായിട്ട് നടന്നു. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറാട്ടുചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇമ്മാനുവൽ ഹൈലാൻഡ് ചർച്ചിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് സൂരജ്, റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് റൂബി. അപ്പോൾ ഈ സൂരജ് ഞങ്ങളുടെ ചർച്ചിൽ കുറേ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ പെരുമ്പാവൂർ ദേശത്ത് അതിഥി തൊഴിലാളികളാണ്. റൂബിയെ, സന്തോഷമായോ? എന്താ പറയാനുള്ളത്? മലയാളം അറിയില്ല അല്ലേ? എനിക്ക് ആണെങ്കിൽ ഒട്ടും ഹിന്ദി അറിഞ്ഞൂടാ. റൂബി ഹാപ്പിയാണോ? ഹാപ്പിയാണ്. സന്തോഷത്തോട് പറ. മലയാളം കേട്ടാ മനസ്സിലാവോ? കുറച്ച് അറിയാം അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇന്ന് വിവാഹം അങ്ങനെ ചെയ്ത് ജീവിതം ഇനി വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും. ശേഷം അങ്ങനെ അതിമനോഹരമായ സദ്യ ആയിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ, സാധാരണ നാടൻ സദ്യ എന്ന് പറയും പോലെ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ബീഫ്, മീന്, ചിക്കന്, പിന്നെ അങ്ങനെ കാളന്, തോരന്, അച്ചാറ്, പാനി, പഴം, അങ്ങനെ ഗംഭീര സദ്യയായിരുന്നു. അങ്ങനെ എല്ലാവരും സംസാരവും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നിരിക്കുന്നു. ഇതിനിടയിൽ ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടി ചെന്നു. അപ്പോൾ എൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വ്ളോഗ് മാത്രം പോരല്ലോ. അപ്പോൾ ഇങ്ങനൊരു സന്തോഷം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ ആരും ചെറുതായിട്ട് കാണരുത്. നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കുക. അവരുടെ ഓരോ ആവശ്യങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റിയേക്കും. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ദൈവം സ്നേഹമാവുന്നതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മളത് ആചരിച്ച് കാണിക്കുക എന്ന് പറയുമ്പോൾ ഇച്ചിരി പാടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഓരോ വ്യക്തികൾക്കും ആ ഒരു സ്നേഹം മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. എങ്കിൽ മാത്രമേ നമ്മളത് പറഞ്ഞ് നടക്കുന്നതിൽ വല്ല വാർത്തയുള്ളത്. കണ്ടില്ലേ?
സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ സദ്യ അവരവിടെ നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പറഞ്ഞാൽ അങ്ങനെ ഭക്ഷണത്തിന് ശേഷം എല്ലാവരും തിരിച്ചു പോകുന്ന ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ നമ്മുടെ സരോജിൻ്റെയും അതുപോലെ റൂബിയുടെയും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇതേ വണ്ടികളുണ്ട്. അപ്പോൾ അവർ പെരുമ്പാവൂർന്ന് അവർ കമ്പനിക്കാരെല്ലാം കൂടെ ചേർന്ന് അവരുടെ ഫ്ലൈവുഡ് കമ്പനിയൊക്കെ ആയിട്ട് അവരവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ വണ്ടിക്കകത്തുണ്ട്. അവർ യാത്ര റൂബി ഉണ്ട്, സരോജ് പോണ നിൽക്കത്തിലാണ്. എല്ലാരും ഉണ്ട്. എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണോ എല്ലാരും? എന്താ പറയാനുള്ളേ? ഓക്കെ, സി യു. ഇതിനകത്ത് മലയാളം സംസാരിക്കണ ആരൊക്കെയാ? എല്ലാരും സംസാരിക്കും. റോസിനി മലയാളം അറിയും നന്നായിട്ട്? ഞങ്ങളെല്ലാം മലയാള സാഹിത്യം എല്ലാം പറയും. ഏതാ എന്റെ മലയാളം കേൾക്കണേ? ആസാമിലെ മലയാളം കേൾക്കണോ? ആസാമിലെ മലയാളം എവിടെയാ? ആസാമിലെ മലയാളമായിട്ട് കണ്ടില്ലേ? അപ്പൊ അങ്ങനെ അതെ യാത്ര പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പ്രിയപ്പെട്ട അതിഥികൾ നമ്മളെ വിട്ട് അവരുടെ സ്വന്തദേശത്തേക്ക് പോവുകയാണ്. പലരും പല വഴിക്കാണ് സ്വന്തം ദേശത്തേക്ക്, പിന്നെ പല കമ്പനികളിലേക്കും ഒക്കെ ആയിട്ട് അവരങ്ങനെ പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ കുറച്ച് സങ്കടമുണ്ട് നമ്മുടെ റൂബിക്കും നമ്മുടെ വരനും. ഞാൻ പാസ്റ്റർ ബേസിൽ ഈ സഭയിലെ ശുശ്രൂഷകരാണ്. ചില നാളുകൾക്ക് മുമ്പാണ് സരോജിനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ ആത്മാർത്ഥമായി സ്നേഹബന്ധം പുലർത്തുവാൻ കഴിഞ്ഞു. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഭായിമാരെന്ന് പറയുമ്പോൾ പൊതുവെ മലയാളികൾക്ക് ഒരു പുച്ഛമാണ്, മാറ്റി നിർത്താൻ കഴിയുന്ന അങ്ങനെ ഒരു മനസ്സ് തോന്നുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സരോജിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എൻ്റെ സഹോദരനെ പോലെ തോന്നി, എൻ്റെ മകനെ പോലെ തോന്നി. ചേർത്ത് നിർത്തുവാൻ എനിക്ക് ഇടയായി തീർന്നു. ഞങ്ങൾ സഭയായിട്ട് പ്രിയ മകൻ ഞങ്ങളുടെ സഭയിൽ കടന്നു വന്നു. സഭയായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് മകനെ സ്നേഹിപ്പാൻ കഴിഞ്ഞു. അന്ന് തൊട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അവനൊരു തക്കതായി തുണ ലഭിക്കണമെന്നുള്ളത്. അങ്ങനെ ദൈവം അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി. റൂബിയെ അങ്ങനെ കർത്താവ് ഒരുക്കി. പ്രിയ മകളെയും ഞങ്ങൾ ചേർത്ത് നിർത്തി. ഇന്ന് പ്രിയ സരോജിന്റെയും റൂബിയുടെയും വിവാഹം സഭയായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് മനോഹരമായിട്ട് സന്തോഷകരമായിട്ട് നടത്തുവാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സഹോദരന്റെ ഒരു സഹോദരിയുടെ ഒരു മകന്റെ മകളുടെ വിവാഹം ഇന്ന് നടന്നു എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അത്ര സ്നേഹവും അത്ര ഒരു സന്തോഷവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഉള്ളത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം ഇന്ന് പകലിലുണ്ട്. പ്രിയ മക്കളെ അധികമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. പലപ്പോഴൊക്കെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ നമ്മളങ്ങനെ പറഞ്ഞവരെ അഭിസംബോധന ചെയ്യാറുണ്ടെങ്കിലും പലപ്പോഴും ഒരു സ്റ്റെപ്പ് താഴെയാണ് അവരെ പലപ്പോഴും കാണുന്നത്. അല്ല, അവരൊരിക്കലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരല്ല. അവർ നമ്മോട് കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ടവരാണ്. നമ്മൾ ഒരുമിച്ചാണ് ഇനി ഈ ഭൂമിയിൽ, ഈ കേരളത്തിൽ ജീവിക്കേണ്ടത്. അവർക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. സരോജിനി റൂബിക്കും ഞങ്ങളുടെ സഭയുടെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവരെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ചെക്കനും പെണ്ണും രാവിലെ അണിഞ്ഞൊരുങ്ങി വീട്ടിൽ തന്നെ തിരിച്ചു വന്നു. ഇന്ന് അവരവിടെയാണ് തങ്ങുന്നത്. അതിനുശേഷം നാളെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പെരുമ്പാവൂർ അവർ റൂം എടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു കൊച്ചു വീടുണ്ട്, വാടക എടുത്തിരിക്കുന്നതാണ്. അവിടെ അവർ താമസം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇതാ കണ്ടില്ലേ, ഞങ്ങളവരെ വീടിനകത്തേക്ക് പതിയെ ആനയിക്കുകയാണ്. അവിടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ചായനും ആൻറ്റിയൊക്കെ അവരിപ്പോൾ സ്വീകരിക്കും. അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് അവർ. അങ്ങനെ അവർ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, മരുമക്കളെ എന്ന് പറയുന്നതൊക്കെ നല്ലത് മക്കളെ എന്ന് പറയുന്നതായിരിക്കും, അവർ സ്വീകരിക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ ഞങ്ങളുടെ രീതികളൊക്കെ അനുസരിച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി കൈപിടിച്ച് ആനയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ രണ്ടുപേരെയും വീടിനകത്തേക്ക് വളരെ സ്നേഹത്തോടു കൂടി വിളിച്ച് കയറ്റുന്നു. ശേഷം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നല്ലൊരു കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പരസ്പരം മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക എന്നുള്ളതാണ്. നല്ലൊരു ശുഭകരമായിട്ടൊരു ജീവിതം മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണല്ലോ അത് മാതൃകപരമാവുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക ആശ്രയിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഓഡീഷയിൽ വന്നേക്കാണല്ലേ? എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മലയാളികൾ ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഒരു ആഘോഷമായിട്ട് നിങ്ങളുടെ ഒരു സഹോദരന്റെ കല്യാണം കൊണ്ടാടുമ്പോൾ എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് കല്യാണം പരിപാടിക്ക് വന്നതാണ്. വന്നിട്ട് നമ്മളെല്ലാം കണ്ടു, എല്ലാവരും നമ്മൾ
പരിചയപ്പെടുത്തിയിട്ട് നല്ല നമുക്ക് സന്തോഷമായി. ഇതിനു മുമ്പ് നിങ്ങൾക്ക് കേരളത്തിൽ ഇങ്ങനെ മറ്റാരെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമ്മള് കുറച്ച് ദിവസം വന്നിട്ട് പോയില്ലായിരുന്നു. ഇതാ എന്റെ സരോജാണ് എന്റെ ചേട്ടനാണ്. അപ്പോ ചേട്ടന്റെ കല്യാണങ്ങൾക്ക് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് വന്നതാണ്. അല്ല, നിങ്ങളുടെ ഇടയില് ഈ അവിടുന്ന് ഒഡീഷയിൽ നിന്ന് അല്ലെങ്കിൽ കൊൽക്കട്ടയിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ ഇല്ല? ആദ്യമായിട്ടാണ്. അതല്ലേ? അപ്പൊ ഫുള്ള് ഹാപ്പി ആയിട്ട് നമ്മളെല്ലാരും നിൽക്കുവാണ് അല്ലേ? ഓക്കെ, നന്നായി വരട്ടെ. ഒരു കമ്പനിയിലെ ആൾക്കാരൊക്കെ കച്ചവടക്കാരാണ് എല്ലാവരും. അതല്ലേ? ഹാപ്പി ആണല്ലോ എല്ലാവരും അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. നല്ല പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. പൊതുവെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പെരുമ്പാവൂർ ഇതുപോലെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കല്യാണ പരിപാടിയാണ് ഇതിനു മുമ്പ് അങ്ങനെ ഇതിൽ ഇങ്ങനെ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് പങ്കെടുക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങള് പെരുമ്പാവൂർ എന്ന് പറയുമ്പോ ലോകത്തുള്ള സകല ഭായിമാരും വന്നിറങ്ങുന്ന ഒരു തട്ടകമാണ്. അങ്ങനെ നോക്കുമ്പോ നിങ്ങൾക്ക് എല്ലാ ഭായിമാരെയും അവിടെ വന്നിറങ്ങുന്നവരൊക്കെ അറിയാം. അങ്ങനെ നോക്കുമ്പോ ഇത് ചിലപ്പോ ഒരു പക്ഷെ ഞങ്ങളുടെ മേഖലയിൽ, അതായത് ഞങ്ങളുടെ ഫിഷ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാണ്. അപ്പൊ വളരെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടുകൂടി ഞങ്ങൾ വന്നത്. അതെ, അപ്പൊ ഞങ്ങൾ റിസ്ക് എടുത്ത് ഞങ്ങൾക്ക് പല പണിയുള്ളതാണ്. അപ്പൊ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ പരിപാടി എന്തായാലും പങ്കെടുക്കും. അപ്പൊ ഞങ്ങൾ റൂബിയുടെ സരോജിനും ഒക്കെ വിവാഹം കഴിഞ്ഞു, വിവാഹ ശുശ്രൂഷ കഴിഞ്ഞു. ഇത് എല്ലാവരും സഭയായിട്ട് ഞങ്ങൾ കൂടിച്ചേർന്നിരിക്കുകയാണ്. ഇനി ബാക്കി ആഘോഷങ്ങളൊക്കെ പിന്നെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അതിഥി തൊഴിലാളികളുടെ, ഞങ്ങളുടെ സഭയിലെ ഞങ്ങളുടെ സ്വന്തം ആളുകളുടെ ഇത് കല്യാണം ഞങ്ങളുടെ സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ ഞങ്ങൾ കൂടെ നിന്ന് ചെയ്തു കൊടുത്തു. അപ്പൊ എല്ലാവരും സ്നേഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, സ്നേഹിക്കുക. അപ്പൊ ഇതിന്റെ എപ്പിസോഡ് കാണുമ്പോഴേക്കും സുഖം.